പഠിച്ചത് കൃത്യമായി ഓർക്കാനും എഴുതാനും മാനസിക തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനൊപ്പം ആരോഗ്യ തയ്യാറെടുപ്പുകൾ നടത്തൽ നിർബന്ധമാണ്. പോഷക ആഹാരം കഴിക്കുക, ലഘുവായ ഭക്ഷണ രീതി ശീലമാക്കുക. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും ലഘുവായ ഭക്ഷണം നല്ലതാണ്. പട്ടിണി കിടക്കണം എന്ന അർത്ഥത്തിലല്ല ലഘുവായ ഭക്ഷണം പറഞ്ഞത്. ഭക്ഷണത്തിൽ ഒരു മിതത്വം പാലിക്കൽ നമ്മുടെ ആരോഗ്യത്തിനും ചിന്താഗതിക്കും ഉന്മേഷത്തിനും എപ്പോഴും നല്ലതാണ്. വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ പഴവർഗ്ഗങ്ങൾ കഴിക്കൽ ഓർമ്മശക്തിക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് പേരക്ക, വാഴപ്പഴം ഓർമ്മശക്തിക്ക് ഉത്തമമാണ്. ജങ്ക് ഫുഡുകൾ കഴിവതും ഒഴിവാക്കുക. അത് നമുക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാൻ കാരണമാവും, പരീക്ഷയെ ബാധിക്കും, പഠനത്തെയും ബാധിക്കും. വെള്ളം കുടിക്കുന്നതിന് നല്ലൊരു ശ്രദ്ധ വേണം. നിർജ്ജലീകരണം സംഭവിച്ചേക്കാം. അങ്ങനെ നിർജ്ജലീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ തലവേദന, ശ്രദ്ധക്കുറവ് നമ്മളെ ബാധിക്കും. അത് പരീക്ഷയ്ക്കെന്നല്ല, എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന വിഷയങ്ങളാണ്. കൃത്യമായ ഉറക്കം 6 അല്ലെങ്കിൽ 8 മണിക്കൂർ നിർബന്ധമായിട്ടും നമ്മൾ ഉറങ്ങിയിരിക്കണം. പഠനത്തിൻ്റെ പേരിൽ അല്ലാത്തപ്പോഴും ഉറക്കം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഉറക്കം എന്നത് ആരോഗ്യം നിയന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ആരോഗ്യ തന്ത്രമാണ്. അതുകൊണ്ട് ഉറക്കം കൃത്യമാക്കുക. രാത്രി ഉറക്കമൊഴിച്ചിരുന്നുള്ള പഠനം അത് പാടെ ഒഴിവാക്കുക. കാരണം കൃത്യമായ ഉറക്കം നടന്നാൽ മാത്രമാണ് പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൃത്യമായി ക്രമീകരണം നടത്തുകയുള്ളൂ. തുടർച്ചയായി 50 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ കുത്തിയിരുന്ന് പഠിക്കരുത്. ഇടയ്ക്കൊരു റെസ്റ്റ് കൊടുക്കണം. മൈൻഡ് ക്ലിയർ ആക്കണം. ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം. ഹാപ്പി മൈൻഡ് നമ്മൾ കൊണ്ടുവരണം ഓരോ 50 മിനിറ്റ് ഇടവിട്ട്. അത് നല്ലതാണ്. ഓർക്കുക, പരീക്ഷകൾ നിങ്ങൾ പഠിച്ച ആ പഠനത്തിൻ്റെ അളവുകോൽ മാത്രമാണ്. ശാന്തമായ മനസ്സും ആരോഗ്യവുമാണ് ഏറ്റവും വലുത്. നമ്മുടെ കരുത്തും അതാണ്. എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു.